ഇപ്പോൾ ഈ കൂട്ടിക്കിഴിക്കലിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് ഇനിയിപ്പോൾ എത്തുകയാണ്. കാരണം വിജയിച്ച സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം അവർക്ക് ഇനി ഭൂരിപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു എന്നൊക്കെയുള്ള ചിന്തകളിലേക്കായിരിക്കും സ്വാഭാവികമായി അവർ പോവുക. തോറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നുള്ളത് CPM-നെ സംബന്ധിച്ചോളം CPM ഏത് രീതിയിലുള്ള കണക്കൂട്ടിലേക്ക് പോകാനാണ് സാധ്യത. ഈ താഴെത്തട്ടിലെയുള്ള CPM-നെ സംബന്ധിച്ചോളം അവരുടെ കേഡർ സംവിധാനമൊക്കെ അനുസരിച്ച് ഓരോ വോട്ടുമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വഴികളൊക്കെ തന്നെ തിരയാനുള്ള സംവിധാനമൊക്കെ അവരെ സംബന്ധിച്ചോളം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തലുകൾ ഈ നിമിഷം ഈ രാത്രിയിൽ വരുന്നത്? അരുൺ. പ്രതീക്ഷ ദിവീഷ്, എന്തായാലും UDF അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സംതൃപ്തരാണ്. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തന്നെ അവർ പ്രതീക്ഷിച്ച ഒരു മാർക്കുണ്ടായിരുന്നു. അത് എങ്കിൽ പോലും 7000 വരെ ഭൂരിപക്ഷത്തിലേക്ക് എത്താമെന്നൊക്കെ ഒരു വിലയിരുത്തലും UDF-നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പൂർണ്ണ സംതൃപ്തരാണ്. അപ്പോൾ ഇനിയുള്ള അടിയൊഴുക്കുകളോ കണക്കുകളോ ഒക്കെ CPM ക്യാമ്പിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രധാനമായും പറയാൻ സാധിക്കുന്നത്. CPM വലിയൊരു പ്രതീക്ഷയൊക്കെ വെച്ചിരുന്നു. അവരുടെ സംഘടനാ സംവിധാനവും അതിലും അപ്പുറത്തേക്ക് 1000-2000 വോട്ടിന് ജയിച്ച് കയറാമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും 5000-ൽ താഴെ ഭൂരിപക്ഷമേ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ പോലും ഉണ്ടാകുമെന്നൊക്കെ അവർ കരുതിയിരുന്നു. പക്ഷേ അവരുടെ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അടിവരയിട്ട് പറയാൻ തക്ക ഒരു ലീഡ് UDF-ന് അവിടെ ലഭിക്കുന്നുണ്ട്. PV അൻവർ ഫാക്ടർ കൂടി അത് സർവനാശം വെച്ചത് എന്തായാലും CPM-നാണ്. UDF-ന് തിരിച്ചടിയാകുമെന്ന് ഒരു ഘട്ടത്തിൽ ട്രെൻഡ് മാറുമോ എന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തിൽ അമരമ്പലവും കരുളായും നിലമ്പൂർ നഗരസഭയിലും അൻവർ പിടിച്ച വോട്ടുകൾ കൂടി CPM-ന് പ്രത്യാഘാതം, അത് ഇരട്ട ആഘാതം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അമൽ തേനമർമ്മൽ കൂടി നമ്മോടൊപ്പം ചേർന്ന് നമ്മളെ ഈ പറഞ്ഞ ഒരു അടിയൊഴുക്കുകൾ ചർച്ചയാകുമ്പോൾ UDF ക്യാമ്പിൽ എത്ര ഒരു ചർച്ചകൾ സജീവമുണ്ടോ ഇപ്പോൾ നിലവിൽ? UDF-ൽ അൻവർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം ആ തിരഞ്ഞെടുപ്പിലടക്കം അൻവറിനെ കൂടി കൂട്ടിപ്പോയില്ലെങ്കിൽ ഒരു ബൂത്തിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏറ്റവും കുറവ് 100-150 വോട്ടുകളാണ് ഒരു ബൂത്തിൽ. ആ വോട്ട് മതി ഒരു ജില്ലയിൽ വലിയൊരു അട്ടിമറി നടത്താൻ. അതിനുള്ള സംവിധാനമുണ്ടെന്ന് അൻവർ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ അൻവറിന്റെ UDF-ലേക്കുള്ള വരവ് എങ്ങനെയാണെന്നുള്ളതാണ് UDF-ലെ ചർച്ച. വോട്ട് ചോർച്ച സംബന്ധിച്ച വിഷയത്തിൽ വഴിക്കടവ് മാത്രമാണ് UDF-ന് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പരിശോധിക്കാനോ ഒരു ആശങ്കയില്ല. 1800ഓളം ലീഡുണ്ട്. പ്രതീക്ഷിച്ച ലീഡ് എത്തിയില്ല എന്നുള്ളൂ. പക്ഷേ അൻവർ ഇമ്പാക്ട് ചർച്ചയാകുന്നു. അപ്പോൾ ലീഗ് ഒരു മുൻകൈ അവിടെ എടുക്കുന്നുമുണ്ട് അല്ലേ? ലീഗിന് അൻവറിനെ കൊണ്ടുവരണമെന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ലീഗ് UDF സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞതും പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞതുമൊക്കെ പ്രതിപക്ഷ നേതാവിന് വലിയ തോതിൽ അങ്ങ് കൊണ്ടിരുന്നു. അതിനാൽ തന്നെ അൻവർ നിരുപാധികമുള്ള പിന്തുണ തന്നാൽ മാത്രം മതി, അല്ലാതെ വരേണ്ടതില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നടക്കമുള്ള അൻവറിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ അൻവർ തയ്യാറായില്ല. മാത്രമല്ല അതിനാൽ തന്നെ ആ വരവ് മുടങ്ങുകയും ചെയ്തു. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അൻവർ കരുത്ത് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടായത് എന്തായാലും ഇടതുപക്ഷത്തിന് തന്നെയാണ്. കാരണം അൻവർ പിടിച്ച വോട്ടുകളിൽ ഒരുപാട് വോട്ടുകൾ ഭരണവിരുദ്ധ വോട്ടുകളുണ്ട്. UDF-ന്റെ വോട്ടും ആ ഗണത്തിൽ തന്നെ പെടുത്താൻ കഴിയുന്ന വോട്ടുകളാണ്. കാരണം ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി LDF രംഗത്തിറക്കുന്നു. ഈ മണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, എന്നിട്ട് പോലും ഇത്രയും അധികം വോട്ടുകൾക്ക് പുറകിൽ പോയിട്ടുണ്ടോ എങ്കിൽ അത് LDF ഇരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ്. ആ വിഷയത്തിൽ ചർച്ചകൾ വലിയ തോതിൽ. സണ്ണി ജോസഫ് ഉൾപ്പെടെ ഇനിയും വാതിലിന് താക്കോലില്ലേ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ബാക്കി എല്ലാ നേതാക്കളും അത്തരത്തിലൊരു പ്രതികരണം നടത്തി. ഇനി അറിയേണ്ടത് VD സതീശൻ നിലപാട് മയപ്പെടുത്തുമോ എന്നുള്ളതാണ്. ബാക്കി കോണുകളിൽ നിന്നൊരു സമ്മർദ്ദം VD സതീശന് മേലുണ്ടാവുമോ UDF-നുള്ളിൽ തന്നെ? അൻവർ ഒരു 10,000 വോട്ടേ പിടിച്ചുള്ളായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സമ്മർദ്ദമൊന്നും ഉണ്ടാകില്ലായിരുന്നു. കാരണം അൻവറിന് വ്യക്തിപരമായുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 9 വർഷക്കാലമായി MLA ആയിരുന്ന ആൾ എന്നുള്ള നിലയ്ക്കുള്ള വ്യക്തിബന്ധം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത് ഒഴിവാക്കമായിരുന്നു. പക്ഷേ അതല്ല കളി. 20,000-ത്തിനടുത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇവിടെ ആകെ പോൾ ചെയ്ത വോട്ടിൽ വലിയൊരു ശതമാനം വോട്ട് അൻവർ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിവിടെ NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ SDP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ SDP-യുടെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ NDA-യുടെ സ്ഥാനാർത്ഥിയും ഒക്കെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയപ്പോൾ അൻവർ വലിയൊരു നേട്ടമുണ്ടാക്കുകയാണ്. അത് ഈ പറയുന്ന വഴിക്കടവ് അടക്കമുള്ള മേഖലയിൽ മാത്രമല്ല, മലയോര മേഖലയിൽ മാത്രമല്ല, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോലും അൻവർ ചലനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ നിരവധിയുണ്ട്. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ UDF-ന് അനുകൂലമായി വോട്ട് വീഴാനൊരു കാരണം നിലവിലെ ഇവിടുത്തെ നഗരസഭയ്ക്കെതിരെ നിൽക്കുന്ന ഭരണസമിതിക്കെതിരെ നിലനിൽക്കുന്ന ഒരു വികാരമാണ്. അപ്പോൾ അതൊക്കെ വോട്ടാക്കി മാറ്റണമെങ്കിൽ, അത് വിജയം കാണണമെങ്കിൽ അൻവറിന്റെ കൂടി സഹായം വേണ്ടിവരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് അൻവറിന് തെളിയിച്ചു.